ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT-യിൽ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. സോ ആദ്യത്തെ രണ്ട് പാർട്ടുകളായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. ഓൾമോസ്റ്റ് 30 ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ലെക്ചറിൽ 16 ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. ദെൻ പിന്നീട് വന്ന ലെക്ചറിൽ അത് കണ്ടിന്യൂ ചെയ്തു നമ്മൾ 30 ഇനീഷ്യേറ്റീവ് വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ്. ഒരു 12 ഇനീഷ്യേറ്റീവ്സ് ആണ് പെൻഡിങ് ഉള്ളത്. അതുകൂടി നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഇനീഷ്യേറ്റീവ് ദാറ്റ് ഈസ് ഇംപ്രിന്റ് ഇന്ത്യ. ഇംപ്രിന്റിന്റെ ഫുൾ ഫോം ഇതാണ്: ഇമ്പാക്റ്റിംഗ് റിസർച്ച്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. ഇത് ആക്ച്വലി എഞ്ചിനീയറിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് നമ്മൾ ഇംപ്രസ് സ്കീമിനെ പറ്റി പറഞ്ഞില്ലേ, ഇംപ്രസ് എന്തായിരുന്നു? സോഷ്യൽ സയൻസിൽ റിസർച്ച് പ്രപ്പോസൽസ് പ്രൊമോട്ട് ചെയ്യുക എന്ന പർപ്പസുമായി ബന്ധപ്പെട്ടാണ് ഇംപ്രസ് ഇനീഷ്യേറ്റീവ് ഉള്ളത്. അതേപോലെ ടെക്നോളജി ഫീൽഡിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച്, ഇന്നൊവേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇംപ്രിന്റിന്റെ പർപ്പസ്. സോ ഇങ്ങനെ ഓർക്കുക, ഇംപ്രസും ഇംപ്രിന്റും നിങ്ങൾ ഒരേ ഐഡിയയിൽ ഓർക്കണം. ഇംപ്രസ് എന്ന് പറയുമ്പോൾ ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ആണ്. അതേപോലെ ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ഇൻ റിസർച്ച്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. അത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് ഓർക്കുക. അതും റിസർച്ച് ഇക്കോസിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. സോ ഇംപ്രിന്റ് ഇന്ത്യ ഇസ് എ കൊളാബറേറ്റീവ് ഇനീഷ്യേറ്റീവ് launched by Indian Institute of Technologies and Indian Institute of Science. ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ്, IITസും IISCസും ചേർന്നുകൊണ്ടാണ് ഇംപ്രിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടു അഡ്രസ് ദി മേജർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി നേഷൻ. എഞ്ചിനീയറിംഗ് ടെക്നോളജി ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യുക, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. ഇതെല്ലാമാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്സിന്റെ പർപ്പസ് ആയിട്ട് പറയാവുന്നത്. The program aims to translate scientific knowledge into practical solution for social benefit. ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് അപ്രോച്ച് ആണ് നോളജിനെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. സോ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ്, അഡ്രസ്സിംഗ് നാഷണൽ ചാലഞ്ചസ്, ഐഡന്റിഫൈങ് ആൻഡ് അഡ്രസ്സിംഗ് ക്രിട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യ. സോ ആ ഏരിയയിൽ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്യുക. രണ്ടാമതായിട്ട്, ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ, പ്രൊമോട്ടിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലീഡിംഗ് ടു ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കണ്ടെത്തുന്ന രീതിയിലുള്ള റിസർച്ചും ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ടെക്നോളജി ട്രാൻസ്ഫർ, ബ്രിഡ്ജിംഗ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി ബൈ ഫെസിലിറ്റേറ്റിംഗ് ടെക്നോളജി ട്രാൻസ്ഫർ. റിസർച്ച് ഇൻഡസ്ട്രി തമ്മിലുള്ള കൊളാബറേഷൻസ് കൊണ്ടുവരിക, അതുവഴി ടെക്നോളജി ട്രാൻസ്ഫർ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, സ്ട്രെങ്തനിങ് ദി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇക്കോസിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആക്കുക. സോ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാവുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഓർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഏരിയയിലെ ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു എഞ്ചിനീയറിംഗ് റോഡ് മാപ്പ്, അതായത് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പർപ്പസിലുണ്ട്. അതേപോലെ ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടെക്നോളജി ട്രാൻസ്ഫർ, കൊളാബറേഷനോട് കൂടിയുള്ള, ഇൻഡസ്ട്രി കൊളാബറേഷനോട് കൂടിയുള്ള ടെക്നോളജി ട്രാൻസ്ഫർ പ്രൊമോട്ട് ചെയ്യുക. ദെൻ കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് കണ്ടക്ട് ചെയ്യുക. ഇവയെല്ലാം ഇംപ്രിന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ 10 ഡൊമൈൻസ് ആണ് ഇംപ്രിന്റിന്റെ സ്കീമിന്റെ ഭാഗമായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം: ഹെൽത്ത് കെയർ, എനർജി, സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാനോ ടെക്നോളജി ഹാർഡ്വെയർ, വാട്ടർ റിസോഴ്സസ് ആൻഡ് റിവർ സിസ്റ്റം, അഡ്വാൻസ്ഡ് മിനറൽസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, മാനുഫാക്ചറിംഗ്, സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ്, then environmental science and climate change. These are the areas. ടെക്നോളജി ഡൊമൈൻസ് എന്ന് പറയാം. ഇംപ്രിന്റിന്റെ കീഴിൽ വരുന്ന ടെക്നോളജി ഏരിയാസ് എന്ന് പറയുന്നത് ഇവയെല്ലാമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്കീമിലേക്ക് പോകാം. ഇംപ്രിന്റ് എന്താന്ന് പറഞ്ഞു. ഇനി പറയുന്നത് മാർഗദർശനാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ ഒരു ഇനീഷ്യേറ്റീവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് നാക് അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ആസ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി നാക് അക്രഡിറ്റേഷന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന മെന്ററിംഗ് പ്രോഗ്രാമിന്റെ പേരെന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഏതായിരുന്നു ഇനീഷ്യേറ്റീവ്? ഒരു മെന്ററിംഗ് ഇനീഷ്യേറ്റീവ് ഇസ് ദെയർ. നാക് അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ആസ്പിരൻസിന് അല്ലെങ്കിൽ ആസ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സപ്പോർട്ട് ചെയ്യുക.
ആ ഒരു രീതിയിൽ നാക്ക് അക്രഡിറ്റേഷൻ കിട്ടിയ ഏറ്റവും ടോപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇനീഷ്യേറ്റീവ്, അതിന്റെ പേരാണ് പരമാർശ്. ഓക്കെ, പരമാർശ് എന്നാണ് ആ ഇനീഷ്യേറ്റീവിന്റെ പേര്. അതേ രീതിയിൽ തന്നെ നാക്ക് പോലെ AICTEയുടെ അക്രഡിറ്റേഷൻ ഇസ് ദെയർ. ഓക്കെ, ആ അക്രഡിറ്റേഷന്റെ പേരെന്താണ്? NBA അക്രഡിറ്റേഷൻ എന്ന് പറയും, NBA. സോ ആ അക്രഡിറ്റേഷന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് മാർഗദർശൻ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാർഗദർശൻ is a mentorship initiative introduced by All India Council for Technical Education to enhance the quality of technical education in India. So the scheme aims to pair well-defined technical institutions and those seeking improvement. നേരത്തെ നമ്മൾ കണ്ടതുപോലെ പരമാർശിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. പരമാർശിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു മെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവര് മെന്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. ആ രീതിയിലുള്ള ഇനിഷ്യേറ്റീവിനെയാണ് മാർഗദർശൻ. ഇത് NBA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. NBA അക്രഡിറ്റേഷൻ, മറ്റേത് നാക് അക്രഡിറ്റേഷൻ. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ്: ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. ദെൻ നോളജ് ഷെയറിംഗ്, ബെസ്റ്റ് പ്രാക്ടീസസ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് എത്തണം, അതിനുവേണ്ടിയുള്ള നോളജ് ഷെയറിംഗ് ഇനീഷ്യേറ്റീവ് ആയിട്ട് പറയാം. ദെൻ അക്രഡിറ്റേഷൻ സപ്പോർട്ട്സ്, അസിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ അച്ചീവിംഗ് NBA accreditation. Then institutional development, enhance the overall development of technical institution. So ഈ പർപ്പസുകളെല്ലാം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. NBA, right? NBA accreditation. Okay, so quality enhancement, knowledge sharing, accreditation support and institutional development, these are the objectives of മാർഗദർശൻ. Then എങ്ങനെയാണ് മാർഗദർശൻ വർക്ക് ചെയ്യുന്നത്? സെയിം ലൈക്ക് പരമാർശ് ഇനിഷ്യേറ്റീവ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്ന് മെന്ററിംഗ് ആണ്. മെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു മെന്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ വേരിയസ് ഏരിയാസ് സച്ച് ആസ് കരിക്കുലം ഡെവലപ്മെന്റ്, പെഡഗോജി, റിസർച്ച്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗവേണൻസ്, ഇങ്ങനെയുള്ള ഏരിയാസിലെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. രണ്ടാമതായിട്ട് റിസോഴ്സ് ഷെയറിംഗ്. മെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ദെയർ റിസോഴ്സസ്, എക്സ്പെർട്ടൈസ് ആൻഡ് ഫെസിലിറ്റേറ്റ് വിത്ത് മെന്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അവരുടെ റിസോഴ്സ് ഷെയറിംഗ് കണ്ടക്ട് ചെയ്യും, അവിടെ എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യപ്പെടുന്നു, അങ്ങനെ ഒരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ്. മെന്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എംപവേർഡ് ടു ഇംപ്രൂവ് ദെയർ കേപ്പബിലിറ്റീസ് ത്രൂ മെന്റർഷിപ്പ്. മെന്റർഷിപ്പ് വഴി അവരുടെ കേപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക. ഇപ്പോൾ മെന്ററിംഗ് ഈസ് ദെയർ, റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, ഈ 3 ഏരിയയിലാണ് മാർഗദർശൻ ഇനീഷ്യേറ്റീവ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത്രയേ ഉള്ളൂ മാർഗദർശനെ പറ്റി. ഇത് NBA അക്രഡിറ്റേഷൻ ആണെന്ന് ഓർത്താൽ മതി. ഇനി അടുത്തത് മാധ്യമിക് ആൻഡ് ഉച്ചതർ ശിക്ഷാ ഘോഷ്, മുസ്ക് എന്ന് പറയും. മാധ്യമിക് ആൻഡ് ഉച്ചതർ ശിക്ഷാ ഘോഷ്, അതായത് ഇത് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് എന്നാണ് അതിന്റെ മീനിങ്. സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട്, ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം, അതായത് നമ്മൾ സാധാരണഗതിയിൽ ടാക്സസ് അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സുകൾ നമ്മൾ അടയ്ക്കുമ്പോൾ, അതായത് ഇപ്പൊ സെയിൽസ് ടാക്സ് പോലെ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴൊക്കെ ടാക്സസ് ഉണ്ട്. ആ ടാക്സസിനകത്ത് ഒരു ചെറിയ പോർഷൻ സെസ് ആണ്. ആ സെസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് എഡ്യൂക്കേഷൻ സെസ് ആണ്. ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയും. 2% ഹയർ എഡ്യൂക്കേഷൻ സെസ് ആണ് വരുന്നത്. സോ ഈ ഹയർ എഡ്യൂക്കേഷൻ സെസ് വഴി കളക്ട് ചെയ്യുന്ന തുക ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇത്തരത്തിൽ കളക്ട് ചെയ്യപ്പെടുന്ന തുക ട്രാൻസ്ഫർ ചെയ്യുന്ന ആ അക്കൗണ്ടിനെയാണ് മാധ്യമിക് ആൻഡ് ഉച്ചതർ ശിക്ഷാ ഘോഷ് എന്ന് പറയുന്നത്. ഇതൊരു സ്പെസിഫിക് പർപ്പസ് ഫണ്ടാണ്. അത് വേറൊരു പർപ്പസിന് വേണ്ടി മാറ്റി ചെലവഴിക്കാൻ സാധിക്കില്ല. ഇത് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമായിരിക്കും ഈ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ജനങ്ങളുടെ കയ്യിൽ നിന്നും ടാക്സസിന്റെ ഭാഗമായിട്ട് സെസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ആ തുക കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ്, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് മാധ്യമിക് ആൻഡ് ഉച്ചതർ ശിക്ഷാ ഘോഷ്. സോ മുസ്ക് stands for മാധ്യമിക് ആൻഡ് ഉച്ചതർ ശിക്ഷാ ഘോഷ്. Can be translated into secondary and higher education fund. It is a non-lapsable fund created by Government of India to provide financial resources for the development of secondary and higher education in the country. Secondary and higher education വേണ്ടി തന്നെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുക. ഫണ്ട് അതിനു വേണ്ടി കീപ്പ് ചെയ്യുന്ന ഫണ്ടായിട്ട് നമുക്ക് ഇതിനെ പറയാം.
ഓക്കെ, അത്തരം കാര്യം ഓർത്താൽ മതി മാധ്യമിക ഉച്ചത ശിക്ഷാ ഘോഷിനെ പറ്റി. ഇനി അടുത്തത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ബ്രീഫ്ലി പറയാം. NTA എന്താണ്? An autonomous body created by Government of India to conduct various entrance examination for admission into higher education institutions. സോ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോഡി, ഓട്ടോണമസ് ബോഡിയാണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാവുന്ന രീതിയിൽ എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് കുറവുള്ള ഒരു ബോഡി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് NTA. സോ NTAയുടെ റോൾ, ഫസ്റ്റ് തിങ് കണ്ടക്ടിങ് എൻട്രൻസ് എക്സാമിനേഷൻ. സോ നമ്മൾ പറയും ഡിഫറെന്റ് ഫീൽഡ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ്, മെഡിസിൻ, മാനേജ്മെന്റ്, ലോ തുടങ്ങി പല ഫീൽഡുകളിലേക്കും അഡ്മിഷൻ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. ഓക്കെ, ദെൻ നാഷണൽ ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ ഇവരുടെ ഭാഗമായിട്ട് വരും. ദെൻ എൻഷുറിംഗ് ഫെയർനെസ്. NTA aims to conduct exams in a fair, transparent and efficient manner. ഫെയർനെസ് എൻഷുർ ചെയ്യുക എന്നുള്ളത് പർപ്പസ് ആയിട്ട് പറയാം. ദെൻ ഇംപ്രൂവിംഗ് എക്സാം ക്വാളിറ്റി. The agency works to enhance the quality and reliability of entrance examination. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ പർപ്പസ് ആണ്. റെഡ്യൂസിങ് എക്സാമിനേഷൻ ബർഡൻ. By conducting multiple exams, NTA reduces administrative burden on education institutions. അതായത് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബർഡൻ ഇവരായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. എൻട്രൻസ് എക്സാമിനേഷനും ഇന്ത്യയിലെ മേജർ എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡി ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, മറ്റ് ഇപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡയറക്ട്ലി എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകാം. അതിനെല്ലാം വേണ്ടി ഡയറക്ട്ലി ഒരു ബോഡിയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ബർഡൻ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ NTA സഹായിക്കുന്നുണ്ട്. NTA കണ്ടക്ട് ചെയ്യുന്ന മേജർ എക്സാമിനേഷൻസ് പറയുകയാണെങ്കിൽ നമ്മളുടെ എക്സാമിന് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ദെൻ JEE മെയിൻ, നീറ്റ്, CSIR, UGC നെറ്റ്, JEE ഇങ്ങനെയുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ NTAയുടെ ഭാഗമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ NTA പറ്റി പറഞ്ഞു. അടുത്ത ഇനീഷ്യേറ്റീവ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECA. HECA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്മീഷൻ ദാറ്റ് ഈസ് പ്രപ്പോസ്ഡ് ആസ് ദി റെഗുലേറ്ററി ബോഡി ദാറ്റ് റീപ്ലേസ് ദി UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബോഡിയാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI. ഓക്കെ, HECAയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് സെൻട്രൽ കോമ്പോണന്റ് ഈസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020. NEP 2020 പ്രകാരം റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ബോഡീസും തന്നെ ഇപ്പോൾ NAC ആയാലും റീപ്ലേസ് ചെയ്യപ്പെടുവാണ് NAC ആയിട്ട്, അതേപോലെ AICTE റീപ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു അപ്പെക്സ് ബോഡി എന്നുള്ള രീതിയിലാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആക്ട് ചെയ്യുന്നത്. മുമ്പ് പല ബോഡീസ് ആയിരുന്നു. ഇപ്പൊ അക്രഡിറ്റേഷന് വേണ്ടി ഒരു ബോഡി, ദെൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വേണ്ടി ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് AICTE ഉണ്ടായിരുന്നു, ദെൻ UGC ഇസ് ദെയർ. ഇങ്ങനെയുള്ള മേജർ ബോഡീസ് ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒറ്റ സെൻട്രലൈസ്ഡ് ബോഡിയിലേക്ക് മാറും. അതാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ ബേസിക് എയിം UGC ചെയ്യുന്ന പർപ്പസുകൾ ഏറ്റെടുക്കുക ഗ്രാൻസിന് വേണ്ടി. UGC ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുക ഗ്രാൻഡ് പ്രൊവൈഡിങ് ഏജൻസി എന്നുള്ള രീതിയിലാണ്. പിന്നീട് അത് സെൻട്രലൈസ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റീസിന്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ അവരുടെ കീഴിൽ വരുന്ന രീതിയിലായി. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തി ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് പറയാം, അതിനുശേഷം അതിലേക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓട്ടോണമി. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതിന്റെ പർപ്പസ് ആണ്. ക്വാളിറ്റി എൻഹാൻസ്മെന്റ്, ഓവറോൾ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. സ്റ്റാൻഡേർഡൈസേഷൻ, സെറ്റിംഗ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എൻഷുറിംഗ് ദെയർ അഡ്ഹറൻസ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ പർപ്പസ് ആണ്. അക്രഡിറ്റേഷൻ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റോബസ്റ്റ് അക്രഡിറ്റേഷൻ സിസ്റ്റം കൊണ്ടുവരിക. ദെൻ ഗവേണൻസ്, ഇംപ്ലിമെന്റിംഗ് ഇഫക്റ്റീവ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ ഓട്ടോണമി, ദെൻ ഗ്രേറ്റർ ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. ദെൻ അക്രഡിറ്റേഷൻ കുറച്ചുകൂടി റോബസ്റ്റ് ആക്കുക. ആൻഡ് ഫൈനലി ഗവേണൻസ് സ്ട്രക്ചർ പ്രോപ്പർ ആക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം HECയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി HECയുടെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഇവയൊക്കെ തന്നെയാണ്. റെഗുലേഷൻ, സോ സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ UGC ചെയ്യുന്ന പർപ്പസ് അത് ഇനി അങ്ങോട്ട് ചെയ്യുന്നത് HECA ആയിരിക്കും. അതേപോലെ അക്രഡിറ്റേഷൻ, ഓവർസീയിങ് ദി അക്രഡിറ്റേഷൻ പ്രോസസ്, NP അക്രഡിറ്റേഷനും അതേപോലെ NAC അക്രഡിറ്റേഷനും ഒക്കെ ഉണ്ടല്ലോ, അത് NAC അക്രഡിറ്റേഷനായി മാറും. NAC NAC എന്ന് തന്നെയാണ്
ആ ഒരു അക്രഡിറ്റേഷനിലേക്ക് മാറുവാണ്. അത് HECയുടെ ഭാഗമാണ്. അതേപോലെ ഫണ്ടിങ്, റെക്കമെൻഡിങ് ഫണ്ടിങ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ UGC ചെയ്തിരുന്നതാണ് ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതും HECയുടെ ഭാഗമായിട്ട് വരുന്നു. ദെൻ റിസർച്ച് പ്രൊമോഷൻ, ഫോസ്റ്ററിംഗ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, റിസർച്ച് പ്രൊമോഷന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇന്റർനാഷണലൈസേഷൻ, ഫെസിലിറ്റേറ്റിംഗ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇതും HECയുടെ ഒരു ഫംഗ്ഷനാണ്. സോ ദീസ് ആർ ദി ബേസിക് ഫംഗ്ഷൻസ്: റെഗുലേറ്ററി ഫംഗ്ഷൻ, അക്രഡിറ്റേഷൻ ഫംഗ്ഷൻ, ഫണ്ടിങ്, ദെൻ റിസർച്ച് പ്രൊമോഷൻ ആൻഡ് ഇന്റർനാഷണലൈസേഷൻ. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 4 വെർട്ടിക്കൽസ് ഓഫ് HECI. ലാസ്റ്റ് ഇയർ HECI പ്രപ്പോസൽ, NEPയുടെ പ്രപ്പോസൽ വന്നതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഏരിയ ആണിത്. അതായത് ഈ HECIയുടെ കീഴിൽ വരുന്ന 4 വെർട്ടിക്കൽസ് ഏതൊക്കെയാണ്, അതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിലാണ്, NHERC. അതായത് ദിസ് ബോഡി വിൽ റെഗുലേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷുർ കോംപ്ലയൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. റെഗുലേറ്ററി ബോഡി ആയിട്ട് HECയുടെ ഈ ഒരു പാർട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ. രണ്ടാമത്തെ പാർട്ട് നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിലാണ്, NEC. മുമ്പ് NAAC ചെയ്തിരുന്ന പർപ്പസ്, അതായത് റെസ്പോൺസിബിൾ ഫോർ അക്രഡിറ്റിംഗ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി. റൈറ്റ്, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ കീഴിലായിരിക്കും. അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിലാണ്. അതായത് ഇറ്റ് വിൽ ഹാൻഡിൽ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ഗ്രാൻസ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെക്കാനിസം ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻസ് കൗൺസിലാണ് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുക പ്രപ്പോസൽ പ്രകാരം. ആൻഡ് ഫൈനലി ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, ഇറ്റ് വിൽ സെറ്റ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്, കരിക്കുലം ഫ്രെയിംവർക്ക് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. അക്കാഡമിക് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ആയിട്ടും കരിക്കുലം ഫ്രെയിംവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ആയിരിക്കും. ദീസ് ആർ ദി 4 വെർട്ടിക്കൽസ് ഓഫ് HECI. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ഇനീഷ്യേറ്റീവ്സ് ക്ലിയർ ആണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇംപ്രിന്റിലാണ്. ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റിംഗ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയാണ്. സോ രണ്ടാമതായിട്ട് മാർഗദർശൻ, AICTEയുടെ കീഴിൽ അക്രഡിറ്റേഷന് വേണ്ടിയുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാമാണ് മാർഗദർശൻ. അടുത്തത് മാധ്യമിക് ആൻഡ് ഉച്ചതർ ഘോഷ്, ഇത് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയാമല്ലോ. ആൻഡ് ഫൈനലി നമ്മൾ HECI പറ്റി പറഞ്ഞു. HECIയുടെ ഡിഫറെന്റ് വെർട്ടിക്കൽസ് കൃത്യമായിട്ട് ഓർക്കുക. ഓക്കെ, എനി ഡൗട്ട്സ്? Okay, let's move on. അടുത്തത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്. ഇത് മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു. അർപ്പിത് ഇനീഷ്യേറ്റീവ് പറഞ്ഞു. അർപ്പിത് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്ങിന്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ എന്താണ് PMMNMTT എന്ന് നോക്കാം. It's a significant initiative undertaken by the Government of India to enhance quality of teaching and learning across all levels of education. ഇത് ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല, എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും 3 ലെവലിലും ക്വാളിറ്റിയും അതേപോലെ എൻഹാൻസ് ചെയ്യുക എന്ന പർപ്പസുമായിട്ടാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് aims to address the challenges faced by education sector by focusing on training, teacher training, development and leadership. അതിനുവേണ്ടി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക, ദെൻ ലീഡർഷിപ്പ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു മിഷൻ എയിം ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഇംപ്രൂവിംഗ് ടീച്ചർ ക്വാളിറ്റി ബൈ പ്രൊവൈഡിംഗ് കോംപ്രിഹെൻസീവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ ബോത്ത് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ബേസിക് ഫംഗ്ഷൻ. രണ്ടാമതായിട്ട് ബിൽഡിംഗ് ലീഡർഷിപ്പ്, ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് കേപ്പബിലിറ്റീസ് among teachers and educational administrators. ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഒക്കെ ലീഡർഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ലീഡർഷിപ്പ് കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് എൻഹാൻസിങ് പെഡഗോജി,
സോ പ്രൊമോട്ടിങ് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് ലേണിംഗ് ഔട്ട്കംസ്, ബെറ്റർ ആയുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് എക്കോസിസ്റ്റം, എസ്റ്റാബ്ലിഷിംഗ് നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ഫോർ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ബേസിക് സപ്പോർട്ട് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ കോമ്പോണൻസ് പറയുകയാണെങ്കിൽ there are different initiatives. അതാണ് കോമ്പോണൻസ് വന്നത്. ഒന്ന് നാഷണൽ റിസോഴ്സ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ, serves as the center repository of knowledge and resources for teacher education. ടീച്ചർ എഡ്യൂക്കേഷന്റെ ഏറ്റവും സെൻട്രൽ റെപ്പോസിറ്ററി, ഇവിടെയാണ് എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആവുന്നത്, എല്ലാ ഡിസിഷൻസും അല്ലെങ്കിൽ എല്ലാ ഒരു റെപ്പോസിറ്ററിയാണ്. ഇൻഫർമേഷൻസ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. നാഷണൽ റിസോഴ്സ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ. രണ്ടാമതായിട്ട് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഓൺ അഡ്വാൻസ് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു യൂണിവേഴ്സിറ്റി സെന്റർ, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ദെൻ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, എ കോംപ്രിഹെൻസീവ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ. അടുത്ത സെന്റർ ഓഫ് എക്സലൻസ് ഇൻ കരിക്കുലം ആൻഡ് പെഡഗോജി, കരിക്കുലം ഡെവലപ്മെന്റിനും പെഡഗോജി ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡെവലപ്പ് ആൻഡ് ഡിസെമിനേറ്റ് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തഡോളജീസ്, ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തഡോളജീസ് ഡെവലപ്പ് ചെയ്യുക, അത് ഡിസെമിനേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പർപ്പസ്. ദെൻ സെന്റേഴ്സ് ഓഫ് അക്കാഡമിക് ലീഡർഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്, ബിൽഡ് ലീഡർഷിപ്പ് കപ്പാസിറ്റി എമംഗ് എഡ്യൂക്കേറ്റേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സിന്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ്. ഓക്കെ. ദെൻ സബ്ജക്ട് ബേസ്ഡ് നെറ്റ്വർക്ക്, ഫെസിലിറ്റേറ്റ്സ് കൊളാബറേഷൻ ആൻഡ് നോളജ് ഷെയറിംഗ് എമംഗ് ടീച്ചേഴ്സ് ഓഫ് സ്പെസിഫിക് സബ്ജക്ട്സ്. മാത്സ് ആണ് സബ്ജക്റ്റ്, അതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിന്റെ കൊളാബറേഷൻ അത് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്സിന് വേണ്ടിയുള്ള ഫെസിലിറ്റി. ദെൻ ഇന്നോവേഷൻ അവാർഡ്സ് ആൻഡ് ടീച്ചിങ് റിസോഴ്സ് ഗ്രാൻഡ്സ്, എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സലൻസ് ഇൻ ടീച്ചിങ്. സോ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നു, അവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ടീച്ചർ റിസോഴ്സ് ഗ്രാൻഡ്സ്, അതിങ്ങനെ പറഞ്ഞ പല രീതിയിലുള്ള സപ്പോർട്ട് മെക്കാനിസം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇവയെല്ലാം ഡിഫറെന്റ് കോമ്പോണൻസ് ആണ്. NMTT-യുടെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്ങിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവ്, അതിന്റെ കോമ്പോണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇവയെല്ലാമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ. അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് ടെക്യുപ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ടെക്യുപ് is a flagship program of Government of India, initiated in 2002 with the assistance of World Bank, aimed at enhancing the quality of education, technical education in the country. It വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ്, അതാണ് ടെക്യുപ്. ഇറ്റ് ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് ഇൻ ഫേസസ് ടു എൻഷുർ എ sustained and comprehensive approach to improving technical education landscape. സോ പല ഫേസുകളായിട്ട്, പ്രധാനമായിട്ടും 3 ഫേസുകളായിട്ടാണ് ടെക്യുപ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തത്. 3 ലോങ് ടൈംസ് ആയിട്ടാണ്, 3 ലോങ് ഡ്യൂറേഷനിലുള്ള ഫേസസ് ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 2002 തൊട്ട് 2007 വരെയുള്ള ഫേസ്. അവിടെ ഫോക്കസ് വാസ് ഓൺ ലേയിങ് ദി ഫൗണ്ടേഷൻ ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ സെലക്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെലക്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കണ്ടക്ട് ചെയ്യാനുള്ള ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു. അതാണ് ആദ്യത്തെ ഫേസ് ചെയ്തത്. രണ്ടാമത്തെ ഫേസ് 2009 തൊട്ട് 2014 വരെയായിരുന്നു. അവിടെ എക്സ്പാൻഡഡ് ദി പ്രോഗ്രാം ടു എ ലാർജർ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എംഫസൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ആ ഒരു പ്രോഗ്രാം, ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോഗ്രാം കുറച്ചുകൂടി ലാർജർ സ്കെയിലിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൂടുതൽ ഓട്ടോണമി കൊടുക്കുന്നു, അവർക്ക് അവരുടെ അക്കൗണ്ടബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. അതായത് അവരുടെ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ അവരെ റെസ്പോൺസിബിൾ ആക്കുന്നു. അങ്ങനെയുള്ള ടെക്നിക്സ് ആണ് സെക്കൻഡ് ഫേസിൽ യൂസ് ചെയ്തത്. തേർഡ് ഫേസ് 2016 തൊട്ട് 2021 വരെയായിരുന്നു. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ണർഷിപ്പ്, ഓൺടർപ്രണർഷിപ്പ് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇവിടെ ടൈഅപ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇൻഡസ്ട്രി അക്കാഡമിയ ടൈഅപ്സ് ക്രിയേറ്റ് ചെയ്യുക, ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, എംപ്ലോയബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും തേർഡ് ഫേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ദീസ് ആർ ദി 3 phases ഓഫ് ടെക്യുപ്. ഓക്കെ, 3 phases ആയിട്ടാണ് കണ്ടക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്? ഒന്ന്, അപ്ഗ്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് ഇൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, മോഡേണൈസ് ചെയ്യുക.
ഇതെല്ലാം ഇതിന്റെ പർപ്പസ് ആണ്. സ്ട്രെങ്തനിങ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ത്രൂ ടെക് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, കപ്പാസിറ്റി ബിൽഡിംഗ് ഇനിഷ്യേറ്റീവ്സ് കണ്ടക്ട് ചെയ്യുക, ഇംപ്രൂവിംഗ് കരിക്കുലം ആൻഡ് പെഡഗോജി ടു മീറ്റ് ഇൻഡസ്ട്രി ഡിമാൻഡ്സ്. കരിക്കുലം ആൻഡ് പെഡഗോജി ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ. ദെൻ എൻഹാൻസിങ് ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻസ്. ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻസ് കൊണ്ടുവരുന്നു. അതേപോലെ പ്രൊമോട്ടിംഗ് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ. ആൻഡ് ഫൈനലി എൻഹാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റ് ആൻഡ് ഗവർണൻസ്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ ഏരിയയിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ടെക്യുപ്പ് ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടെക്യുപ്പ്. ടെക്യുപ്പ് വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടി എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടെക്യുപ്പിന്റെ ഫംഗ്ഷൻ. അടുത്തത് ഉച്ചതർ ആവിഷ്കാർ യോജന, UAY. ഉച്ചതർ ആവിഷ്കാർ യോജന, UAY. ഉച്ചതർ ആവിഷ്കാർ യോജന is a flagship government initiative aimed at fostering high-level innovation to enhance competitiveness of Indian industries. അതായത് ഇതും ഒരു ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ആണ്. ഇപ്പോ അക്കാഡമി എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യണം. അങ്ങനെ ഇൻഡസ്ട്രിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റിസർച്ചുകൾ അക്കാഡമിഷ്യൻസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആർക്കാണ് ബെനിഫിറ്റ് ആവുന്നത്? ഇൻഡസ്ട്രീസിനാണ്, കമ്പനീസിനാണ്. അപ്പൊ അവർ അതിന്റെ ഫണ്ടിങ്ങിന്റെ ഒരു പോർഷൻ തരും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഉച്ചതർ ആവിഷ്കാർ യോജന. സോ ഇറ്റ്സ് എ ടൈഅപ്പ്, അക്കാഡമിയ ഇൻഡസ്ട്രി ടൈഅപ്പ് ആണ്. അതുവഴി ഇൻഡസ്ട്രി വിൽ ഷെയർ എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്. റിസർച്ചിന്റെ ഒരു കോസ്റ്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഷെയർ ചെയ്യും. ആ രീതിയിലാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഇറ്റ് പ്രൈമർലി എൻകറേജസ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. So objectives: promoting high level innovations promote ചെയ്യുക. The primary goal is to encourage innovations that directly, ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്, that directly address industry needs. കണ്ടോ, ഇൻഡസ്ട്രിക്ക് ഉപകാരമാവുന്ന രീതിയിലുള്ള ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി അവർക്ക് ഉപകാരപ്പെടുമ്പോൾ അവർ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ആ ഇന്നോവേഷന് വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചുകൾക്ക് വേണ്ട ഫണ്ടിങ് അതുവഴി തന്നെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ദെൻ രണ്ടാമതായി ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ. UAY is designed to foster partnership between industry and academic institutions to jointly work on industry relevant innovation. ഓക്കെ, ഇൻഡസ്ട്രിയും അതേപോലെ അക്കാഡമിയും തമ്മിലുള്ള ഒരു കൊളാബറേറ്റീവ് പാർട്ണർഷിപ്പ് ആണത്. അതുവഴി അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ. Then inspiring innovation among students and faculty. So the scheme aims to inculcate a spirit of innovation among students and faculty members, motivating them to develop new ideas. ഒരു ഇന്നോവേഷൻ സ്പിരിറ്റ് സ്റ്റുഡൻസിന്റെയും ഫാക്കൽറ്റീസിന്റെയും ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞ ഫീച്ചേഴ്സ് സെയിം തിങ് ആണ്. ഇൻഡസ്ട്രി സ്പോൺസേഡ് പ്രൊജക്ട്സ്. ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. സോ പ്രൊജക്ട്സ് അണ്ടർ ദി സ്കീം ആർ പ്രൈമർലി സ്പോൺസേഡ് ബൈ ഇൻഡസ്ട്രി. ഷെയർഡ് പ്രൊജക്ട് കോസ്റ്റ് ആണ്. ഗവൺമെന്റും ഇൻഡസ്ട്രിയും അതിന്റെ കോസ്റ്റിന്റെ ഒരു പാർട്ട് ഷെയർ ചെയ്യും. ഗവൺമെന്റ് അതിന്റെ ഒരു നിശ്ചിത ശതമാനം 50% ആണെന്ന് തോന്നുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യും. കുറച്ച് പെർസെൻറ്റേജ് ആ കൺസേൺഡ് മിനിസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ കുറച്ച് പെർസെൻറ്റേജ് ആ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് അത് ഉപകാരപ്പെടുന്നത് ആ ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. അത്തരത്തിലുള്ള ഷെയർഡ് പ്രൊജക്ട് കോസ്റ്റ് ആണ് ഇത് വരുന്നത്. ദെൻ ഫോക്കസ് ഓൺ ഇന്നോവേഷൻ. ദി സ്കീം പ്രൈമർലി ഫോക്കസ് ഓൺ projects with a potential to develop new products, processes or services. പുതിയൊരു കാര്യം കണ്ടെത്തണം, ആ രീതിയിലുള്ള റിസർച്ചുകളെയാണ്, ഇന്നോവേറ്റീവ് പ്രോഗ്രാംസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. Then intellectual property rights. There is a clear mechanism for sharing intellectual property rights developed under this scheme. So IPR ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ മെക്കാനിസം ഉണ്ട്. ബിക്കോസ് ഒരു പുതിയ ഐറ്റം കണ്ടെത്തുവാണല്ലോ, അതിന്റെ റൈറ്റ്സ് ആർക്കായിരിക്കണം, ആർക്കൊക്കെ അത് ഉപയോഗിക്കാൻ സാധിക്കണം, അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ധാരണയും ഈ ഒരു ഇനിഷ്യേറ്റീവ് പ്രകാരം ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് UAY. UAY എന്താണെന്ന് ഓർത്തേക്കാം. അടുത്തത് കൗൺസിൽ, ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്, ICSR പറ്റിയാണ്. ICSR രണ്ട് ഇനിഷ്യേറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഒന്ന് റൈസ് ആണ്, റിവൈറ്റലൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. രണ്ട് ഇംപ്രസ് ആണ്. ഓക്കെ, ഇത് രണ്ടും റൈസും അതേപോലെ തന്നെ ഇംപ്രസും, ഈ രണ്ട് ഇനീഷ്യേറ്റീവ്സും ICSR പ്രകാരം ICSR ക്രിയേറ്റ് ചെയ്ത ICSRന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഇനീഷ്യേറ്റീവ്സ് ആണ്. അത് ഓർത്തേക്കുക. Then the All India Council for Social Science Research is the
apex body in India responsible for promoting and funding research in the social sciences. സോഷ്യൽ സയൻസ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട റിസർച്ച് ഫണ്ടിങ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അപ്പെക്സ് ബോഡിയാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969. It has been instrumental in fostering research and development in various social science disciplines. സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതിനു വേണ്ടിയുള്ള ഒരു ബോഡി ആയിട്ടാണ് ICSR ആക്ട് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ റോൾ പറയുകയാണെങ്കിൽ ഒന്ന് ഫണ്ടിങ്. ICSR ഫെലോഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിസർച്ച് പ്രപ്പോസൽ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സോ ഫണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബിൽഡിംഗ് റിസർച്ച് കപ്പാസിറ്റി പല രീതിയിലുള്ള പ്രോഗ്രാംസ് വഴി. സോ ഇറ്റ് സപ്പോർട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദി സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് റിസർച്ചുമായി ബന്ധപ്പെട്ട ICSR സ്പോൺസേഡ് കോൺഫറൻസുകൾ, വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ കപ്പാസിറ്റി ബിൽഡിങ്ങിന് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഡിസിമിനേറ്റിംഗ് റിസർച്ച് ഫൈൻഡിങ്സ്. ICSR facilitates dissemination of research findings through publications are there, conferences are there, വർക്ക്ഷോപ്സ് are there. ഇതുവഴി റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ പോളിസി ഇൻഫ്ലുവൻസ്. ദി ICSR contributes to policy making by providing research based inputs on critical social issues. പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ICSR പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം വഴി വ്യക്തമായ ഒരു ധാരണ ഗവൺമെന്റിന് കൊടുക്കും. ഈ ഏരിയയിൽ ഇന്ന രീതിയിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ആ റിസർച്ചുകളുടെ റിസൾട്ട് ഇന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് പോളിസി മേക്കിങ്ങിനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. ICSR പ്രൊമോട്ട്സ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. സോ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് അപ്പെക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, റിസർച്ച് പ്രൊമോഷനിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ICSR. ഓക്കെ, അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയാണ് HFA. So Higher Education Financing Agency, it's a joint venture established by Canara Bank and the Ministry of Education, Government of India. Canara Bank, Ministry of Education ഷെയർ ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചർ. അതിന്റെ പർപ്പസ് ഇതാണ്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫണ്ടിങ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ട ഫണ്ടിങ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ബേസിക് പർപ്പസ്. പിന്നീട് അത് ഓൾ ലെവൽ ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്തുന്ന ഒരു ബോഡി ആയിട്ട് HEFA മാറി. നമ്മൾ ഇതിനെപ്പറ്റി റൈസ് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, റീവൈറ്റലൈസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ പറഞ്ഞപ്പോൾ ഇതെന്താണെന്ന് കണ്ടാണ് HEFA എന്താണെന്ന്. HEFA എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം, അതിന് വേണ്ടിയുള്ള ബോഡിയാണ്. പക്ഷെ പിന്നീട് അതിന്റെ സ്റ്റാറ്റ്യൂട്ടിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഇപ്പോൾ അത് എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും ഫണ്ട് കണ്ടെത്തുന്ന ഒരു ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ബൈ കാനറ ബാങ്ക് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 91% ഷെയർസ് അല്ലെങ്കിൽ ഫണ്ടിങ് കോൺട്രിബ്യൂട്ട് ചെയ്യും. 9% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാനറ ബാങ്ക് ആണ്. അങ്ങനെയാണ് ഈ ഇനിഷ്യേറ്റീവ് ആക്ട് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. കാനറ ബാങ്ക് 9%, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 91% കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഫങ്ഷൻസ്, HEFAയുടെ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈസ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട ഫണ്ടിങ് കണ്ടെത്തുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. It provides financial assistance for creating education infrastructure and research and development in India's premier education institutions. ഓക്കെ, അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ടിനും വേണ്ട ഫണ്ടിങ് കണ്ടെത്തുന്നു. ദെൻ ലോ ഇൻട്രസ്റ്റ് ലോൺസ്. HEFA offers loans at competitive interest rates for capital asset creation in higher education institutions. Okay, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ലോ ഇൻട്രസ്റ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ലിവറേജിങ് CSR ഫണ്ട്സ്. HEFA ചാനൽസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്സ് ഫ്രം കോർപ്പറേഷൻസ് ആൻഡ് ഡൊണേഷൻസ് ഫ്രം അതേഴ്സ് ടു സപ്ലിമെന്റ് ദി ലോൺസ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ CSR ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ പല സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഈ ഒരു പർപ്പസിന് വേണ്ടി, ഹയർ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ചാനലൈസ് ചെയ്യുന്നതിലും ഇവരൊരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ സെഷൻ 8 കമ്പനി. HEFA is a non-profit organization and its profits are reinvested back into lending. ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടി റീഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് സെഷൻ 8 കമ്പനിയാണ്, അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് HEFA. ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ആക്സിലറേറ്റഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹയർ എഡ്യൂക്കേഷനിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിൽ ഒരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്.
ദെൻ റെഡ്യൂസ്ഡ് ഫിനാൻഷ്യൽ ബേർഡൻ, ലോ ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കാനും സഹായിക്കും. ലിവറേജിങ് CSR ഫണ്ട്സ്, എഫക്റ്റീവ്ലി CSR ഫണ്ട്സ് ഇന്നോവേഷനിലേക്കും റിസർച്ചിലേക്കും ചാനലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രോമിനന്റ് റോളും ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് HEFA. ജസ്റ്റ് എന്താണ് ഫംഗ്ഷൻ, എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ഓർക്കുക, എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു അതോറിറ്റി എന്ന് ഓർക്കുക. അടുത്ത 41st ഇനീഷ്യേറ്റീവ് സങ്കൽപ്പാണ്. സങ്കൽപ് മീൻസ് സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലൈവ്ലിഹുഡ് പ്രൊമോഷൻ. സ്കിൽ അക്വിസിഷൻ ആൻഡ് നോളജ് അവയർനെസ് ഫോർ ലൈവ്ലിഹുഡ് പ്രൊമോഷൻ. The flagship program of the Indian government under Ministry of Skill Development and Entrepreneurship. സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. സങ്കൽപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ആൻഡ് സങ്കൽപ്പിന്റെ ഫുൾ ഫോം നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ സ്കീമുകളുടെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ എലാബറേഷൻസ് ആണ്. സങ്കൽപ്പായാലും സ്വയമായാലും അതേപോലെ നമ്മൾ കണ്ട മിക്ക ഇനിഷ്യേറ്റീവ്സും ഓക്കെ, അതിന്റെ എലാബറേഷൻസ് പല തവണയായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 42 ഇനീഷ്യേറ്റീവ്സിന്റെയും ഏതിലൊക്കെയാണോ എലാബറേഷൻസ് ഫീസിബിൾ ആയിട്ടുള്ളത് അതെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇതൊരു സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് സ്ട്രെങ്തൻ സ്കിൽ ഡെവലപ്മെന്റ് ഇക്കോസിസ്റ്റം. നമ്മളുടെ രാജ്യത്ത് പല സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇവയെല്ലാം ഒരു സെന്ററിലേക്ക് കൊണ്ടുവരിക. അതിന്റെ എല്ലാം അഫക്സ് ബോഡി അല്ലെങ്കിൽ അതിന്റെ എല്ലാം കോർഡിനേറ്റിംഗ് ബോഡി ആയിട്ടാണ് സങ്കൽപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇംപ്രൂവ് സ്കിൽ ക്വാളിറ്റി. സോ ഇറ്റ് എൻഷുർ ക്വാളിറ്റി ആൻഡ് മാർക്കറ്റ് റെലവൻസ് ഇൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ക്വാളിറ്റി, ഏത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആൻഡ് റെലവെന്റ് ആയിട്ടുള്ള സ്കില്ലായിരിക്കണം. അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് ഇവർ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ ഇൻക്ലൂസീവ് സ്കിൽ ഡെവലപ്മെന്റ് ടു ബ്രിങ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് വിമൻ, SC/ST ആൻഡ് PW ഇൻ ടു സ്കിൽ ഡെവലപ്മെന്റ് ഫോൾഡ്സ്. സോ സ്കിൽ ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് ഇത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് സെക്ഷൻസിനെ കൂടി കൊണ്ടുവരിക. ദെൻ കൺവെർജൻസ് ആൻഡ് കോർഡിനേഷൻ ടു ക്രിയേറ്റ് സിനർജി എമംഗ് വേരിയസ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റ് ഈ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിൽ ഡിഫറെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും സ്കിൽ ഡെവലപ്മെന്റ്. അതെല്ലാം ഒരേ രീതിയിലാക്കുക. ഓക്കെ, അതെല്ലാം കമ്പൈൻ ചെയ്യിപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു എയിം കൂടി സങ്കൽപ്പിനുണ്ട്. സോ സങ്കൽപ്പ് ഈസ് എ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്നോർക്കുക. ഫീച്ചേഴ്സ് അതൊക്കെ തന്നെയാണ്. ഒന്നാമതായിട്ട് ഇതൊരു വേൾഡ് ബാങ്ക് പാർട്ണർഷിപ്പ് ഉള്ള ഇനീഷ്യേറ്റീവ് ആണ്. ലൈക്ക് ടെക്യുപ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതും വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടിയുള്ള ഇനീഷ്യേറ്റീവ് ആണ്. ദെൻ ഫോക്കസ് ഓൺ ഡീസെൻട്രലൈസേഷൻ. ഡിസ്ട്രിക്ട് ലെവൽ തൊട്ട് അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് മെക്കാനിസം പ്രൊമോട്ട് ചെയ്യാനാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ് എംഫോസിസ് കൊടുക്കുന്നത്. ഓക്കെ, പല ലെവലിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവലിൽ തുടങ്ങുക, അപ്പോൾ അവരുടെ കീഴിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ഓവറോൾ ഒരു സിനർജി, കംപ്ലീറ്റ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സങ്കൽപ്പ് എയിം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോക്കസ് ഓൺ ഡീസെൻട്രലൈസേഷൻ നമ്മൾ പറഞ്ഞു. ക്വാളിറ്റി അഷുറൻസ്, ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ ഇൻക്ലൂഷൻ, എല്ലാ റീജിയനിലുള്ള എല്ലാ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനെയും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സങ്കൽപ്പ്. സങ്കൽപ്പിനെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഇനീഷ്യേറ്റീവ് സമർത്ത് ERP ആണ്. സമർത്ത് മീൻസ് ഇറ്റ്സ് ആൻ ERP പ്രോഗ്രാം. ERP എന്താ? ഓൺടർപ്രണർഷിപ്പ് റിസോഴ്സ് പ്ലാനിങ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി ഒരു ERP പ്രോഗ്രാം, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അക്കാഡമിക് ഗവേണൻസ് നടത്താവുന്ന, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ് പാക്കേജസ് ഇല്ലേ, ERP, ടാലി ERP എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു ERP പ്രോഗ്രാമാണ് സമർത്ത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ലാർജർ സമർത്ത് ഗവേണൻസ് ഇനിഷ്യേറ്റീവ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ സമർത്ത് ഗവേണൻസ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെല്ലാം അവർക്ക് തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഗവേണൻസ് പ്ലാറ്റ്ഫോം. ഓക്കെ, അതാണ് സമർത്ത് ERP. സമർത്ത് ERPയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓപ്പൺ സോഴ്സ് ആൻഡ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആണ്. ഓപ്പൺ സോഴ്സ് ടെക്നോളജിയാണ്. ഓക്കെ, എൻഷുറിംഗ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ഓരോരുത്തർക്കും അവർക്ക് വേണ്ട രീതിയിൽ ഓരോ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ നീഡിനനുസരിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
റോബസ്റ്റ് ആൻഡ് സ്കെയിലബിൾ, ഡിസൈൻ ടു ഹാൻഡിൽ ദി കോംപ്ലക്സിറ്റീസ് ഓഫ് ലാർജർ സ്കെയിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ അത്രയും ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് കൊണ്ടുവരിക, ഒരു നെറ്റ്വർക്കിനകത്തേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടി സഹായിക്കുന്ന ERP പോർട്ടലാണ് സമർത്ത്. ദെൻ ആക്സസ് ഓട്ടോമേഷൻ, ഓട്ടോമേറ്റ്സ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഇൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി. സോ ഏതൊരു ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം ആയാലും ഈ ഒരു പർപ്പസാണ് ചെയ്യുന്നത്. അതായത് എല്ലാ ആക്ടിവിറ്റീസും, ആ ഓഫീസിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു നെറ്റ്വർക്കിന്റെ അല്ലെങ്കിൽ ഒരു ERP എന്ന് പറയുന്നതാണ് നല്ലതൊരു സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്. ദെൻ കോംപ്രിഹെൻസീവ് മോഡ്യൂൾസ് കവേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ്, അക്കാഡമിക് ഫംഗ്ഷൻ, അഡ്മിഷൻ ഫംഗ്ഷൻസ്, ഫിനാൻസ്, HR, അങ്ങനെയുള്ള ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്, പ്രൊവൈഡ്സ് ആക്സസിബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി ത്രൂ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ദെൻ ഡേറ്റ സെക്യൂരിറ്റി എൻഷുവേഴ്സ് റോബസ്റ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു പ്രൊട്ടക്ട് സെൻസിറ്റീവ് സ്റ്റുഡന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റയും അതേപോലെ തന്നെ സ്റ്റുഡന്റ് ഡേറ്റയും ഒന്നും ലോസ് ആവുന്നില്ല, അല്ലെങ്കിൽ അത് ചോർത്തപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള സെക്യൂരിറ്റി മെഷേഴ്സും ഈ ഒരു സമർത്ത് ERPയുടെ ഭാഗമായിട്ടുണ്ട്. ബെനിഫിറ്റ്സ്: എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ആക്കാൻ സഹായിക്കും, ദെൻ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ സാധിക്കും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ കംപ്ലൈൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഒരു ഈസി വേ ആണ്. റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം സഹായിക്കും. ഓക്കെ, പ്രധാനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അവരുടെ ERP പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ സോഴ്സ് ERP പ്ലാറ്റ്ഫോമാണ് സമർത്ത്. ഓക്കെ, സോ ഇത്രയും ഇനീഷ്യേറ്റീവ്സ് ആണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മിസ്സായി പോയതായിട്ട് ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. ഇവൻ ദോ ഐ തിങ്ക് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ദി മെറ്റീരിയൽ ഈസ് ഓൾറെഡി പ്രൊവൈഡഡ് ടു യു. അപ്പോൾ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ആൻഡ് ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിരുന്നു. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും അറ്റംപ്റ്റ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക, ഒന്നും കൂടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയോ, കുഴപ്പമില്ല. അതിനകത്ത് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് ICTയിൽ ഒരു റിവിഷൻ സെഷനാണ് പ്ലാൻ ചെയ്യുന്നത്. റിവിഷൻ അല്ല, PYQ സെഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യണം ഓരോന്നോരോന്നെടുത്ത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെഷന് ശേഷം വിൽ ബി ഏബിൾ ടു വൈൻഡ് അപ്പ് ICT ദിസ് വീക്ക് ഇറ്റ് സെൽഫ്. ഈ വീക്കിൽ തന്നെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത മൺഡേ ഓൺവേർഡ്സ് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ICT നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, ക്വറീസും ഡൗട്ട്സും ഒക്കെ ചോദിക്കുക കേട്ടോ. സോ താങ്ക് യു എവരി വൺ, വീണ്ടും കാണാം.